സഹോദരങ്ങളെ, ഇനിയുള്ള സമയം നന്നാക്കിയാൽ കഴിഞ്ഞുപോയത് മുഴുവനും അല്ലാഹു മാപ്പാക്കി തരാമെന്ന് പറയുകയാ. മദ്യപിച്ച സഹോദരങ്ങളോട്, ലഹരി ഉപയോഗിച്ച സഹോദരങ്ങളോട്, മതരാഖ്യമാരോടൊപ്പം മയങ്ങിയ സഹോദരങ്ങളോട്, അസാൻമാർഗികമായ പ്രവർത്തനങ്ങളുമായി നടന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, കഴിഞ്ഞുപോയത് മുഴുവനും അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് പശ്ചാത്തപിച്ചു മടങ്ങി ഇനിയുള്ള ജീവിതത്തെ നീ ഭാവിയെ ഭാസുരമാക്കിയാൽ നിനക്ക് രക്ഷ നേടാൻ കഴിയുമെന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ ഒരു ചാൻമുകളിൽ കത്തിച്ചൊലിച്ചിരിക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പിട്ടറ താപം കൊണ്ട് വിറക്കുമ്പോ ആര് സഹായത്തിനില്ലാതെ വരുന്ന മഹിഷറ, ആ മഹിഷറ വൻസഭയിൽ നിങ്ങൾക്കും എനിക്കും സന്തോഷത്തോടെ അള്ളാന്റെ മുമ്പിൽ നിന്ന് പടച്ചവൻ ചോദിക്കുന്ന മറുപടി ചോദ്യങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ എന്റെ സഹോദരങ്ങളെ, അതിന് നാം ചെയ്യേണ്ടത് ഇനിയുള്ള ജീവിതത്തെ നന്നാക്കുക. അള്ളാഹു അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് മുൻഗാമികൾക്ക് പേടി ആ ഒരു കാര്യത്തിലാണ്. നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം. സഹോദരങ്ങളെ, കഅബാലയത്തിനകത്ത് പ്രസവിക്കപ്പെട്ട ഒരേ ഒരു കുട്ടിയേ ഉള്ളൂ. അതാരാ? വേറെ കുറച്ച് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അത് രണ്ടാമതൊരാൾ കൂടി ഉണ്ട് എന്ന്. അതൊക്കെ ചില ഇമാമിങ്ങളുടെ അഭിപ്രായം എന്നതിനപ്പുറം അത് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായമല്ല. കഅബാലയത്തിന്റെ അകത്തളത്തിൽ പ്രസവിക്കപ്പെടാൻ ഭാഗ്യം കിട്ടിയ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയാരാ? ഖദീജ ബീവിയുടെ സഹോദരന്റെ മകനാണ്. ഖദീജ ബീവിയുടെ നാത്തൂൻ. നാത്തൂൻ എന്നൂടെ പറയില്ലേ? നാത്തൂൻ എന്ന് പറഞ്ഞാരാ? ഭർത്താവിന്റെ സഹോദരി അല്ലേ? അമ്മായി അമ്മ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ഉമ്മ. അത് രണ്ടിനും കേരളത്തിൽ എങ്ങും മാറ്റില്ല. കാരണം ഏറ്റവും കൂടുതൽ പോര് നടക്കുന്ന അമ്മായി അമ്മ പോരും നാത്തുമാര് പോരുവാണ്. അമ്മായി അമ്മ പോരും നാത്തുമാരുടെ പോരുവാണ് അല്ലേ? അമ്മായി അമ്മ പോരും നാത്തും പോരും നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം ചിന്തിച്ചാൽ മതി. ഒരു പെണ്ണിനോട് ചോദിച്ചു, ഏറ്റവും നല്ല കുടുംബജീവിതം നയിക്കുന്നത് ആരാന്ന് ചോദിച്ചു. ഏറ്റവും നല്ല കുടുംബജീവിതം നയിക്കുന്ന ആരാന്ന് ചോദിച്ചു. ആ പെണ്ണ് മറുപടി പറഞ്ഞത് അത് ആദമും ഹവ്വായുമാണ്. അവര് ജീവിച്ചതുപോലെ സന്തോഷത്തോടെ പിന്നെ ഒരു മഖ്ലൂക്കുകളും ജീവിച്ചിട്ടില്ല. എന്താ കാര്യം? ആദം നബിക്കും ഹവ്വാ ബീവിക്കും അമ്മായി അമ്മയില്ല, നാത്തുമാരും ഇല്ല. ആകെ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ലോകത്ത്. അതുകൊണ്ട് സന്തോഷ ജീവിതം. ചില മരുമക്കൾ അമ്മായി അമ്മാരെ വിളിക്കുന്നത് ഭദ്രകാളി സൈനം ബീതാണ്. സ്വഭാവം അങ്ങനെ ആയിട്ടാണ്. അമ്മായിയമ്മ ഒരു കാര്യം തീരുമാനിച്ചാൽ മതി, ഇതെന്റെ മരുമകളല്ല, ഇതെന്റെ മകളാണ്. ചിന്തിച്ചാൽ മതി, ഇതെന്റെ മകളാണ്. എന്റെ മകള് എനിക്ക് ചിലപ്പോൾ ഉപകാരപ്പെടില്ല. അവള് ഭർത്താവിന്റെ വീട്ടിലാണ്. സഹോദരങ്ങളെ, എന്റെ മകൾ മറ്റൊരു വീട്ടിൽ ചെന്ന് മറ്റൊരു സഹോദരിക്ക് സേവനം ചെയ്യുകയാണ്. അപ്പൊ എനിക്ക് അല്ലാഹു തന്ന ഈ പ്രായമാകുമ്പോ എനിക്ക് തന്നത് എന്റെ മറുമകളെയാണ്. മറുമകൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു മോള്. സഹോദരൻ എന്ന് പറഞ്ഞാൽ ഉദരത്തിൽ സഹവസിക്കുന്നവർക്കാണ് സഹോദരൻ എന്ന് പറയുന്നത്. ഉദരത്തിൽ സഹവസിക്കുന്നവർക്കാണ് സഹോദരി എന്ന് പറയുന്നത്. മരുമകൾ എന്ന് പറഞ്ഞാൽ മറുമകളാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരു മകളാണ്. അപ്പൊ മറ്റൊരാളുടെ മകളെ എനിക്ക് അല്ലാഹു തന്നു. അങ്ങനെ സ്വന്തം മകളായി കാണാൻ ഒരു അമ്മായി അമ്മ തീരുമാനിച്ചാൽ മരുമക്കൾ എന്ത് ചെയ്യണം? ഇതെന്റെ ഉമ്മ അല്ല, അല്ല എന്റെ അമ്മായി അമ്മയല്ല, ഇതെന്റെ ഉമ്മയാണ്. ആ ഒരു ചിന്ത മരുമക്കണ്ടായാൽ മതി. അല്ലാഹു നമ്മുടെ കുടുംബജീവിതമൊക്കെ നന്നാക്കി തരട്ടെ. എവിടെയും പ്രശ്നം തന്നെയാണ്, അമ്മായി അമ്മ നാത്തുമാര് പോര്. അതാണ് പ്രശ്നം. പരസ്പരം ഒരു മരുമകള് അമ്മായി അമ്മയുടെ വായിലേക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് പരിഹാരമുണ്ട്. സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മ നിങ്ങൾക്ക് വിഷയമാണോ? നിങ്ങൾക്ക് പ്രശ്നമാണോ? എന്നാ കേട്ടോളി. നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം എടുത്ത് പിന്നെ ടേബിളിൽ വെച്ച് നിങ്ങളുടെ അമ്മായി അമ്മയെ കൂടെ വിളിക്കും. ഉമ്മ വരി, ഇവിടെ ഇരിക്കും. ഇത്രയുള്ള പ്രശ്നം വന്നടുത്തിരുത്തിയിട്ട് ഒരു ഉരുള ഉരുട്ടി അമ്മായിയമ്മയുടെ വായിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. ആദ്യത്തെ ഒരു 2-3 ദിവസം ശ്രദ്ധിക്കണം, കയ്യിൽ കടിക്കും. അപ്പൊ ആദ്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഒന്ന് വായിൽ വെച്ച് കൊടുക്കുക. പിന്നെ നിങ്ങളെ ഒരു അക്ഷരം അവർ പറയൂല. ഇനി മരുമകള് കുരുത്തം കെട്ട മോളാണെങ്കിൽ, മോളെ ഞാൻ പ്രായമുള്ളവളല്ലേ, നീ എന്നെ പോലെ മരുമോൾ അമ്മായി അമ്മ ആകാനുള്ളവളാണ്, നീ ഒന്ന് അനുസരിക്കുക. ഇത്രയേ ഉള്ളൂ പ്രശ്നം. അള്ളാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരട്ടെ. എവിടെ നിന്നാ കയറി പോയത് അമ്മായി അമ്മയിലേക്ക്? കഅബാലയത്തിനകത്ത് പ്രസവിക്കപ്പെട്ട ഒരു കുഞ്ഞ്
അതാരാണ്? ഖദീജ ബീവിക്ക് ഒരു സഹോദരനുണ്ട്, പേര് ഹസാം എന്നാണ്. ആ ഹസാം എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. ആ പെണ്ണ് ഗർഭിണിയായി. ആ പെണ്ണ് ഗർഭിണിയായ സമയത്താണ് പരിശുദ്ധമായ കഅബാലയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു ദിവസം വന്ന സന്തോഷത്തിന്റെ ഏതോ ഒരു ആഘോഷത്തിന്റെ ദിവസമാണ്. കഅബാലയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു ദിവസമാണ്. നിങ്ങളെ കഅബയുടെ ഉള്ളിൽ കണ്ടിട്ടുണ്ടോ? എന്താണ് കഅബാലയത്തിന്റെ ഉള്ളിലുള്ളത്? അല്ലാഹുവിന്റെ ഭൂമി ലോകത്ത് ആദ്യമായി പണി കഴിപ്പിക്കപ്പെട്ട ഭവനമാണ് കഅബ. ഇന്ന അവ്വല ബൈതിന വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കാ. പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ഏത് പള്ളികളുടെ കഥ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ആ പള്ളികളെല്ലാം സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകുന്ന പള്ളിയാ. അല്ലാത്തൊരു പള്ളി നിങ്ങൾക്ക് ലോകത്ത് കാണിച്ചു തരാൻ കഴിയോ? നിങ്ങൾ പറയും ഉസ്താദേ, ചില പള്ളികള് ഉയർന്ന പ്രദേശത്ത് നിന്ന് താഴ്ന്ന ഭാഗത്തേക്കാണ് പള്ളി ഇരിക്കുന്നത്. ആയിക്കോട്ടെ, അങ്ങനെ താഴ്ന്ന ഭാഗത്ത് ചെന്നാൽ സ്റ്റെപ്പ് കയറിയിട്ടാണ് പള്ളിയിലേക്ക് പോവുക. ലോകത്ത് ഒരേ ഒരു പള്ളി മാത്രമാണ് എവിടെ നിന്ന് വന്നാലും താഴോട്ട് വരുന്നത്. ഒരു സ്റ്റെപ്പില്ലാത്ത പള്ളി ഏതാണ്? എവിടെ നിന്ന് വരുന്നവനോ താഴേക്ക് വരുന്ന പള്ളി ഏതാ? അത് കഅബാലയം മാത്രമാണ്. പക്ഷെ അതിന്റെ വളർച്ച ഏറ്റവും മുകളിലാണ്, ഏറ്റവും ഉന്നതിയിലാണ്, ഔന്നത്യത്തിലാണ്, മഹാത്മ്യത്തിലാണ്. സഹോദരങ്ങളെ, കഅബാലയത്തിനകത്ത് കയറുകയാണ്. ആ കഅബാലയത്തിനകത്ത് കയറുന്നു ഒരു ആഘോഷത്തിന്റെ ദിനത്തില്. കയറിയപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, എന്റെ വയറിനകത്ത് വല്ലാത്ത അസ്വസ്ഥതയാണ്. കൂട്ടുകാരികളോട് പറഞ്ഞു, വയറിനകത്ത് വല്ലാത്ത വെപ്രാളമാണ്. പെണ്ണുങ്ങൾ പറഞ്ഞു, എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ ഗർഭിണിയല്ലേ, അങ്ങനെ എനിക്ക് പ്രസവ വേദനയാണെന്ന് തോന്നുകയാ. ആ സമയത്ത് കൂട്ടുകാരികൾ പറഞ്ഞു, എന്നാൽ പെട്ടെന്ന് പുറത്തിറങ്ങുക. അവര് പറഞ്ഞു, ഇല്ല, എനിക്ക് പുറത്തിറങ്ങാൻ കഴിയൂല, എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ആരോഗ്യമില്ല. ആ സമയത്ത് അവിടെ കയ്യിലിരുന്ന സ്ത്രീകളുടെ കയ്യിലിരുന്ന ഒരു മൃഗത്തിന്റെ തോല്, ആ തോല് കഅബാലയത്തിനകത്ത് അങ്ങ് വിരിച്ചു കൊടുക്കുകയാ. ആ പെണ്ണ് കഅബാലയത്തിനകത്ത് കിടന്ന് പ്രസവിക്കുകയാണ്. സഹോദരങ്ങളെ, കഅബയുടെ ഉള്ളനങ്ങളെ കണ്ടിട്ടുണ്ടോ? ഒന്നുമില്ല, അതിനകത്ത് 6 or 7 തൂണുകളാണ്, വേറെ ഒന്നുമില്ല. വെറും തൂണുകളാണ് കഅബയ്ക്കകത്തുള്ളത്. സഹോദരങ്ങളെ, ചിന്തിക്കണേ. കഅബാലയത്തിനകത്ത് ആ പെൺകുട്ടി പ്രസവിക്കുകയാണ്. ആ ഹസാം എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഭാര്യ പ്രസവിച്ചപ്പോ ആ പ്രിയപ്പെട്ട ഭാര്യ, ആ പ്രിയപ്പെട്ട മാതാവ് കുഞ്ഞിന് പേരിട്ടു ഹക്കീം എന്ന്. സഹോദരങ്ങളെ, ആരാണെന്നറിയോ? കഅബാലയത്തിനകത്ത് പ്രസവിക്കപ്പെട്ട കുട്ടി മഹാനായ ഹക്കീം ഇബ്നു ഹസാം. സഹോദരങ്ങളെ, ഹക്കീം ഇബ്നു ഹസാം കഅബാലയത്തിനകത്ത് പ്രസവിക്കപ്പെടുകയാ. ഒരു കാര്യം നിങ്ങൾക്കറിയണോ? ഹക്കീം ഇബ്നു ഹസാം മുസ്ലിമല്ല. അദ്ദേഹം ബഹുദൈവ വിശ്വാസിയാണ്. അദ്ദേഹം മുസ്ലിമായിരുന്നില്ല. ഇവിടെ വളണ്ടിയർമാരോടൊപ്പം, ഇവിടത്തെ സംഘാടകരോടൊപ്പം ഇവിടത്തെ ഹിന്ദു സഹോദരങ്ങളുണ്ടെന്നറിഞ്ഞപ്പോ അവരോട് എനിക്ക് പറയാനുള്ളത്, സഹോദരങ്ങളെ, കഅബാലയത്തിനകത്ത് പ്രസവിക്കപ്പെട്ട കുഞ്ഞും മുസ്ലിമായിരുന്നില്ല. അദ്ദേഹം വളർന്ന് യുവാവായി അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനാണ്. കഅബാലയത്തിനകത്ത് പ്രസവിക്കപ്പെട്ടിട്ട് പോലും ഇസ്ലാമായില്ല. ആ സഹോദരനെ ആരും നിർബന്ധിച്ചില്ല, ആരും മതപരിവർത്തനം നടത്തിയില്ല. അദ്ദേഹം റസൂലുള്ളാഹിന്റെ കൂട്ടുകാരനാണ്. ഇനി നിങ്ങൾക്കറിയണോ? കഅബാലയത്തിനകത്ത് പ്രസവിക്കപ്പെട്ട കുഞ്ഞ് വളർന്നു വന്നു. റസൂലുള്ളാഹിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി, കളിത്തോഴനായി. ഇവിടെ പോയാൽ റസൂലുള്ളാഹി ഉണ്ടോ കൂടെ ഹക്കീം ഉണ്ടാകും, ഹക്കീം ഉണ്ടോ കൂടെ ഹബീബായ നബി ഉണ്ടാകും. നിഴല് പോലെ നടന്നിരുന്ന ഹക്കീം ആദരവായ പ്രവാചകനോട് സന്തോഷത്തോടെ ഇടപഴകിയിരുന്ന ഹക്കീം. ഇതിനിടയിൽ എത്രയോ യുദ്ധങ്ങൾ വന്നു. യുദ്ധത്തിന്റെ സമയത്ത് ഹക്കീം ശത്രുക്കളുടെ ഭാഗത്താ വാളുമെടുത്തുകൊണ്ട് ഹബീബായ നബി തങ്ങളെ കൊല്ലാനോടിക്കും. അല്ലാഹുവിന്റെ റസൂലും അങ്ങനെ തന്നെ. വൈകുന്നേരം യുദ്ധം അവസാനിക്കുമ്പോ ഹക്കീം റസൂലുള്ളാഹിന്റെ അടുത്ത് വരും, തോളിൽ കൈയിട്ട് നടക്കും. എന്തോ ഒരു ചങ്ങാറ്റമാണ്, എന്തോ ഒരു സൗഹാർദ്ദമാണ്, എന്തോ ഒരു ഐക്യമാണ്, എന്തോ ഒരു മാനുഷിക പരിഗണനയാ. ഹക്കീം ഇബ്നു ഹസാം സഹോദരങ്ങളെ, ജീവിതത്തിന്റെ അവസാന നിമിഷത്തിലെ കലിമ ചൊല്ലുകയാ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയാ, ഹബീബായ നബി തങ്ങളെ പ്രവാചകനായി അംഗീകരിക്കുകയാ. അങ്ങനെ ഇരിക്കുമ്പോ അദ്ദേഹം ഒരു ദിവസം പൊട്ടി കരഞ്ഞുവെന്ന ഹക്കീം ഇബ്നു ഹസാം തങ്ങൾ പൊട്ടി കരയുകയാ. ഇത് കണ്ട് പൊന്നുമോന് വന്നിട്ട് ചോദിച്ചു, വാപ്പാ കരയുന്നതെന്താ? ഉപ്പാ നിങ്ങൾ കരയുന്നതെന്താ? എന്തിനാ നിങ്ങൾ കരയുന്നത്? ആ സമയത്താണ് ഹക്കീം ഇബ്നു ഹസാം പറയുന്നു, പൊന്നുമോനെ
ഈ വാപ്പ വൈകിയല്ലേ മുസ്ലിമായത്, ഈ വാപ്പ വൈകിയല്ലേ മുസ്ലിമായത്. ഈ വാപ്പ എപ്പോഴോ വർഷം വെറുതെ കളഞ്ഞു പൊന്നുമോര്. ഇത്രയും നാളത്തെ നിസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടില്ലേ, ഇത്രയും നാളത്തെ നോമ്പ് എനിക്ക് നഷ്ടപ്പെട്ടില്ലേ, അത്രയും നാള് എന്റെ ഇബാദത്തുകളും എന്റെ സൽക്കർമ്മങ്ങളും എന്റെ ഖിറാത്തുകളും എന്റെ സ്വലാത്തുകളും എന്റെ എല്ലാ കാറുകളും നഷ്ടപ്പെട്ടില്ലേ പൊന്നുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞുപോയ ജീവിതത്തെ ഓട്ടിട്ട് പൊട്ടിക്കരഞ്ഞു പോയ മുന്നോറുകളുടെ പിന്തലമുറക്കാരോട് ഞാൻ ചോദിക്കുകയാ, എന്റെ സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എത്ര വഴല് കേട്ട് നന്നായ എന്റെ സഹോദരങ്ങളുണ്ട്. എപ്പോഴോ സഹോദരങ്ങൾ വഴല് കേട്ടിട്ട് നന്നായവരാ, എപ്പോഴോ സഹോദരങ്ങൾ വഴല് കേട്ടിട്ട് നന്നായവരുണ്ട്. നമസ്കാരം തുടങ്ങിയ സഹോദരങ്ങളുണ്ട്, നോമ്പ് തുടങ്ങിയ സഹോദരങ്ങളുണ്ട്. സഹോദരങ്ങളെ ഇങ്ങനെ ചെയ്യുമ്പോ ആർക്കെങ്കിലും ഇന്നേ വരെ മനസ്സിനകത്തൊരു വേദന വന്നിട്ടുണ്ടോ? അല്ലാഹുവേ, ഇത്രയും നാള് ഞാൻ നമസ്കാരം നഷ്ടപ്പെടുത്തിയല്ലോ, ഇത്രയും നാള് കള്ളു കുടിച്ചല്ലോ, ഇത്രയും നാള് പെണ്ണ് പിടിച്ചല്ലോ, ഇത്രയും നാള് പലിശ വാങ്ങിയല്ലോ. അല്ലാഹുവേ, നഷ്ടപ്പെട്ടു പോയ രാവുകളും പകലുകളും എനിക്ക് തിരിച്ചു കിട്ടില്ലല്ലോ. ഇങ്ങനെ ഓട്ട് സങ്കടപ്പെട്ട ആരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടോ? ഏതെങ്കിലും പെങ്ങന്മാരെന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടോ? എത്ര പേരാ സഹോദരങ്ങളെ വഴല് കേട്ട് നന്നാകുന്നത്? ഒരു വലിയ പരിവർത്തനമാണ് വഴലിലൂടെ സൃഷ്ടിക്കപ്പെടുന്നതെങ്കിൽ, ഒരു പരിവർത്തനത്തിന്റെ പടകത്തുനിയാണ് മതവിജ്ഞാന വേദികളിലൂടെ മുഴങ്ങി കേൾക്കുന്നതെങ്കിൽ, സഹോദരങ്ങളെ, കഴിഞ്ഞുപോയ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ആയുസ്സുകളും രാവുകളും പകലുകളെ പറ്റി എത്ര പേര് സങ്കടപ്പെടുന്നുണ്ട്? ഇല്ല മോൻ, പൊന്നുമോനെ, ഞാൻ കരയുന്നത് എന്റെ ജീവിതത്തിന്റെ എത്ര രാവുകളാടാ നഷ്ടപ്പെട്ടത്, എത്ര പകലുകളാടാ നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോയി ഹക്കീം ഇബ്നു ഹസ്സാമെങ്കിൽ എന്റെ സഹോദരങ്ങളെ, എന്താ കാര്യമെന്നറിയോ? എന്താ കാര്യം? നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു കാര്യമുണ്ട് സഹോദരങ്ങളെ. ഈ മുൻഗാമികൾ ഇത്രത്തോളം വിഷമത്തോടെ കരഞ്ഞിരുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്. എന്താണെന്നറിയോ? നമ്മളത് തിരിച്ചറിയാത്തതുകൊണ്ടാണ് നമുക്ക് കരച്ചിൽ വരാത്തത്. നമുക്ക് അത് ഇന്ന് വരെ ബോധ്യപ്പെട്ടിട്ടില്ല. എന്താ കാര്യം എന്നറിയോ? നമ്മൾ പറയുന്നത് എന്താണ്? സാർ, ഇന്നിപ്പോ തിങ്കളാഴ്ചയാണ്, ഇന്ന് നിസ്കരിക്കാൻ പറ്റിയില്ല, വെള്ളിയാഴ്ച, അത് പറയാം, അതാണല്ലോ അതിന്റെ രസം. ജുമയ്ക്ക് പോയില്ല. നമ്മൾ പറയുന്നത് എന്താണ്? ഒന്ന് ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങൾക്ക് ഉറക്കം വരാതിരിക്കാൻ ഞാനൊരു ചെറിയ കണക്ക് ചോദിക്കും, മറുപടി പറയണം. ഒരുപാട് അറിവുള്ളവരും വിവരമുള്ളവരും ബുദ്ധിയുള്ളവരും വിവേകമുള്ളവരും നല്ല തന്ത്രശാലികളും ബുദ്ധിശാലികളും ഒക്കെ ആണല്ലോ. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഒരു വെള്ളിയാഴ്ച ജുമയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല, ജുമ നഷ്ടപ്പെട്ടു പോയി. അവൻ പറയുന്നത് എന്താ? അടുത്ത വെള്ളിയാഴ്ച വരുമല്ലോ. വെള്ളിയാഴ്ച അങ്ങ് തീർന്നു പോകൂലല്ലോ, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കല്ലേ. വെള്ളിയാഴ്ച ഇനിയും വരില്ലേ? ഇനിയും വെള്ളിയാഴ്ചകൾ വരുമല്ലോ. സഹോദരങ്ങളെ, ഇതാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളിലെ അമലുകളുടെ കുറവുകളുടെ പേരിൽ കരയാൻ നമുക്ക് തടസ്സമാകുന്നത് ഈ ഒരൊറ്റ കാരണമാണ്. ഏത്? ഇനിയും ദിവസം ഉണ്ടല്ലോ. ഇന്നലെ വാതിന് വന്നോ? ഇല്ല. നാളെ ഉണ്ടല്ലോ. ഇന്ന് നാളെ വന്നോ? ഇല്ല. മറ്റന്നാൾ ഉണ്ടല്ലോ. സഹോദരങ്ങളെ, എന്താ നമ്മുടെ ചിന്ത? ഒരു ദിവസം പോയാൽ അടുത്ത ദിവസം ഉണ്ടല്ലോ, അടുത്ത ആഴ്ചയും വെള്ളിയാഴ്ച ഉണ്ടല്ലോ. എന്നാ നിങ്ങൾ കേട്ടോളി, ഒരു വെള്ളിയാഴ്ച പോയാൽ പിന്നെ ആ വെള്ളിയാഴ്ച വരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, 15-20 വയസ്സ് ജീവിച്ചിരുന്നവരാണ്, ഏറ്റവും ചെറിയ കണക്ക് ഞാൻ ചോദിക്കാം, അല്ലെങ്കിൽ പോട്ടെ, 16 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു സഹോദരൻ 15ാമത്തെ വയസ്സിൽ അവർ നിസ്കാരം നിർബന്ധമായി. പിന്നെ ഒരു വർഷം അവൻ എന്ത് ചെയ്തു? നിസ്കരിച്ചിട്ട് ഒരു വർഷം അവൻ ഇബാദത്ത് എടുത്തിട്ടുണ്ട്. അതില് എത്ര വെള്ളിയാഴ്ച വരും? 365 ദിവസത്തിൽ എത്ര വെള്ളിയാഴ്ച വരും? പറയും. എത്ര വെള്ളിയാഴ്ച വരും? 48 വെള്ളിയാഴ്ച വരും, 48 വേഴം വരും, 48 ശനി വരും, 48 തിങ്കൾ വരും, ഞായർ വരും, ബുധൻ വരും, ചൊവ്വ വരും, വേഴം വരും. ഇതില് ഈ ഒരു വർഷത്തിൽ ഒന്ന് ശ്രദ്ധിക്കണേ, നിങ്ങളെ കണക്ക് നോക്കണേ. ഈ ഒരു വർഷം ജീവിച്ചിരുന്ന് ഇബാദത്തെടുത്ത ഈ ഒരു ചെറുപ്പക്കാരൻ, ഈ ഒരു യുവത്വത്തിലേക്ക് എത്തിയിട്ടില്ല, പോട്ടെ, ആ ചെറുപ്പക്കാരൻ അവന് 47 ജുമയും അവൻ നഷ്ടപ്പെടുത്തി. 47 ജുമയെ നഷ്ടപ്പെടുത്തി. മരിക്കുന്നതിന്റെ തലേ ദിവസം, ശനിയാഴ്ച അവൻ മരിക്കുന്നത്, അന്ന് ജുമയ്ക്ക് പള്ളിയിൽ വന്നു. ഈ ഒരു വർഷത്തെ ജീവിതം അവന് നാളെ പരലോകത്ത് ചോദ്യമുള്ളൂ. 15 വർഷം എന്ത് ചെയ്താലും മാതാപിതാക്കളുടെ അക്കൗണ്ടിലാണ്, മാതാപിതാക്കളുടെ അക്കൗണ്ടിൽ അത് കളഞ്ഞേക്ക്. ഈ ഒരു വർഷം അവൻ റബ്ബിന്റെ മുമ്പിൽ കണക്ക് പറയുമ്പോ
അള്ളാഹുവിന്റെ മുമ്പിൽ 48 വെള്ളിയാഴ്ചകൾ വരും. 48 വെള്ളിയാഴ്ചകൾ വന്ന് ഓരോ വെള്ളിയാഴ്ചയും വന്ന് പറയും, പടച്ചോനെ യവൻ എന്നെ പരിഗണിച്ചില്ല, ശരി മാറി നിൽക്ക്. അടുത്ത വെള്ളി, എന്നെ പരിഗണിച്ചില്ല പടച്ചോനെ, മാറി നിൽക്ക്. അങ്ങനെ അവസാനത്തെ ഒരു വെള്ളിയാഴ്ച പറയും, അല്ലാ ഇന്ന് എന്റെ ദിവസത്തിന്റെ അന്ന് ഞാൻ ചെന്നപ്പോ ഇമാം ജുമുഅ നമസ്കരിച്ചു. അപ്പൊ 47 ജുമുഅ പടച്ചവന്റെ മുമ്പിൽ എതിരായി നിൽക്കുമ്പോ ഇത് ഒരു വർഷത്തിന്റെ കണക്കാണ് ഞാൻ പറയുന്നതെങ്കിൽ 80 വയസ്സ് വരെ ജീവിച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ട വൃദ്ധനായ സഹോദരനോട് 35-40 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നവരോട് ഇന്നേ വരെ നഷ്ടപ്പെടുത്തിയ ദിവസങ്ങളുടെ കണക്കോർട്ടിട്ട്, ഇന്ന് വരെ നഷ്ടപ്പെടുത്തിയ ദിവസങ്ങളുടെ നമ്മുടെ തെമ്മാടിത്തരങ്ങളുടെ കണക്കോർട്ടിട്ട് ഇന്ന് വരെ കരയാൻ നമുക്ക് കഴിയാത്തത്, ആ ദിവസങ്ങൾ ഓരോന്നും പുതിയ ദിവസമാണ്. അതാണ് മഹാനായ ഹസൻ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നത്. ലൈസ യൗമുൻ യഅതി മിൻ അയ്യാമി ദുനിയ ഇല്ലാ യതകല്ലം. ഓരോ ദിവസവും നമ്മളോട് സംസാരിക്കുന്നു, ഇന്നി യൗമുൻ ജദീദ് വ ഇന്നി അലാ മാ യഅമലു ഫീ ശഹീദ് ലൗ ഗറബത്തി ശംസു ലം അർജി ഇലൈക്കും ഇലാ യൗമിൽ ഖിയാമ. ഞാൻ ഓരോ ദിവസം വരുന്നത് പുതിയ പുതിയ ദിവസമായിട്ടാണ്. ആ പുതിയ ദിവസമാകുന്ന ഞാൻ നീ എന്ത് ചെയ്യുന്നുവോ അത് ഞാൻ അതിന് സാക്ഷിയാണ്. എന്നാൽ ഈ ദിവസത്തിന്റെ സൂര്യാസ്തമനം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല, ഇലാ യൗമിൽ ഖിയാമ, അന്ത്യദിനം വരെ. പിന്നെ നമ്മൾ കണ്ടുമുട്ടുന്നത് ഈ വെള്ളിയാഴ്ച പരലോകത്ത് വെച്ചാണ്. അപ്പോ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ദിവസങ്ങൾക്ക് സഹോദരങ്ങളെ എന്താ നമുക്ക് പരിഹരിക്കാൻ കഴിയുക? വേറെ ഏത് ദിവസം ചെയ്താൽ നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നുച്ചയ്ക്ക് കഴിച്ചില്ല ഭക്ഷണം, നാളെ വരുമല്ലോ, ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുവോ? ഇല്ല. ഇനി അഥവാ അങ്ങനെ ചിന്തിച്ചാൽ തന്നെ നാളെ കഴിക്കുമ്പോ ഇന്നലത്തെ ഉച്ചയ്ക്ക് കഴിച്ചതാണ് ഇപ്പൊ കഴിച്ചത്, മെനിങ്ങാനത്തെ ഉച്ചയ്ക്ക് കഴിക്കാത്തതാണ് ഇപ്പൊ കഴിച്ചത്, ഇനി ഇൻഷാ അല്ലാഹ് ഇന്നത്തേക്ക് വേണ്ടി അങ്ങനെ ആരെങ്കിലും കഴിക്കുവോ? ഇല്ല. ഒറ്റ ദിവസം അവൻ കഴിക്കുമ്പോഴേ വയറ് നിറയും. ഇന്നലെ വിശപ്പ് അനുഭവിച്ചത് അത് ബാക്കി, മെനിങ്ങാന്ന് വിശപ്പ് അനുഭവിച്ചത് അത് ബാക്കി എന്നതുപോലെ തന്നെ നമ്മുടെ അമലുകൾ, ഓരോ ദിവസത്തെ അമലുകൾ ഓരോ ദിവസം നമുക്ക് ബാക്കിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് നന്നാക്കാം ഇൻഷാ അല്ലാഹ്. 4 പ്രായക്കാരോട് 4 ഉപദേശമാണ് എനിക്ക് തരാനുള്ളത്. അതിനപ്പുറത്തോട്ട് പ്രായമുള്ളവർ ഈ ശബ്ദം കേൾക്കാൻ വരൂല എന്നാണ് എന്റെ ഉറപ്പ്, എന്റെ വിശ്വാസം അങ്ങനെയാണ്. കാരണം അവർക്ക്, അങ്ങനെയുള്ളവർക്ക് ഇപ്പൊ തന്നെ 40 വയസ്സ് കഴിഞ്ഞാൽ കസേരയിൽ ഇരുന്ന് നമസ്കരിക്കുന്നത്. ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോയി, ആ പള്ളി ഉദ്ഘാടനത്തിന് പള്ളി കണ്ടിട്ട് പോണേ ഉസ്താദ് എന്ന് പറഞ്ഞു. ഞങ്ങൾ മാത്രം ഉണ്ടാക്കിയ പള്ളിയാന്ന് പറഞ്ഞു, വേറെ ഒരു പൈസ വെളിയിൽ നിന്ന് പിരിച്ചില്ല. അങ്ങനെ ഞാൻ പള്ളി കാണാൻ വേണ്ടി കയറുമ്പോ ഉണ്ട്, പള്ളിയുടെ ഏറ്റവും പുറകു ഭാഗത്ത് കോൺക്രീറ്റിൽ സ്ലാബ് അടിച്ചിട്ട് അതിൽ കുഷ്യന്റെ സീറ്റ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഏറ്റവും ലാസ്റ്റ് ഇതെന്തിനാന്ന് വെച്ചോ പറഞ്ഞു, ഇരുന്ന് നിസ്കരിക്കുന്നവർക്കാണ്. ഞാൻ ചിന്തിച്ചു, പടച്ചോനെ ഈ കൊച്ചു പള്ളിയിൽ ഇത്രയും ആളുകൾ ഇരുന്ന് നിസ്കരിക്കുവോ? ഇല്ല ഉസ്താദേ, ഇനിയിപ്പോ അതിന്റെ തൊട്ടുമുമ്പിൽ ഒന്നുകൂടെ ഉണ്ടാക്കാൻ പോവുക. കാരണം ആളുകൾ കൂടി വരികയാണ്. 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇരുന്നാ നിസ്കരിക്കുന്നത്. കാര്യം എന്താണ്? എല്ലാവർക്കും രോഗമാണ്. മുട്ടനക്കാൻ വയ്യ, നടുവിന് സുഖമില്ല, ഇതൊക്കെയാണ് കംപ്ലൈന്റ്. എല്ലാവർക്കും രോഗമാണ്. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ സഹോദരങ്ങളെ, അങ്ങനെ പ്രായം ഒരുപാടുള്ളവർ വഴു കേൾക്കാൻ വരുമെന്ന് പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഞാൻ 4 പ്രായക്കാരൊന്ന് കൈവക്കാൻ പറയും. വേറെ വിഷമമൊന്നും തോന്നരുത്. അങ്ങനെയെങ്കിൽ ഉസ്താദെ ഞങ്ങൾ പൊക്കൂലെന്ന് ഇപ്പോഴേ പറയണം. കാരണം ഒരാൾക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രായം ചോദിക്കലാണ്. അതുകൊണ്ടല്ല 70 വയസ്സായ ആളുകളും 18 വയസ്സുകാരനെ പോലെയാണ് പള്ളിയിലേക്ക് വരുന്നത്. എന്താ കാര്യം? 3 സ്റ്റെപ്പായിട്ട് ആ തലമുടി ഇരിക്കുന്നത്. മുകളിൽ കറുപ്പ്, തൊട്ടുതാഴെ ഒരു ചെറിയ ചെമ്പിപ്പ്, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വെളുപ്പ്. കാരണം എന്താ? ഈ ഡൈ അടിച്ചു കഴിഞ്ഞാലേ പിറ്റെന്ന് അല്പം കൂടെ മുടി അങ്ങോട്ട് വളരുമ്പോ അടിയിലെന്ത് ചെയ്യും? വെളുക്കും. സ്വർഗത്തിന്റെ പരിമളം പോലും അടിക്കൂല സഹോദരൻ. ഇത് ആരെ കാണിക്കാനാ? കെട്ടിയോക്കറിയാം എത്ര വയസ്സായെന്ന്, ബന്ധുക്കറിയാം, നാട്ടുകാർക്കറിയാം, അയൽക്കാർക്കറിയാം. അതുകൊണ്ട് സഹോദരിമാരോട് ഞാൻ പറയാ, നിങ്ങളുടെ ഭർത്താവിന് സ്വർഗത്തിന്റെ പരിമളം അടിക്കൂലെന്നാ പറഞ്ഞത്. ഇത് തേക്കുന്നവൻ 2 ദോഷമാണ്. ഒന്ന്, അത് തേച്ച് പിടിപ്പിച്ച് കറുത്ത വെളുത്ത മുടിയെ കറുപ്പിക്കുന്നവന് അവന് സ്വർഗത്തിന്റെ പരിമളം അടിക്കൂല. എന്താ കാര്യം? സ്വർഗത്തിന്റെ പരിമളം എന്ന് പറഞ്ഞാൽ 500 വർഷത്തെ വഴിദൂരം. ഇന്നിപ്പോ 2018 ജനുവരി 1 രാത്രി 10:15 മണിയായി. ഇവിടെ നിന്ന് ഒരാൾ ഇറങ്ങി 500 വർഷം നടന്നാൽ എവിടെ എത്തിച്ചേരുമോ അത്രയും ദൂരത്താണ് സ്വർഗം ഉള്ളതെങ്കിൽ ഈ പീഠത്തിന്റെ ഭാഗത്തൂലം എത്തിച്ചേരൂല. അത്രയും ദൂരം മണം അടിക്കുമല്ലോ സ്വർഗത്തിന്റെ. അപ്പൊ എത്ര ദൂരത്തായിരിക്കും? ആര്? നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ മുടി കറുപ്പിക്കുന്നവരുണ്ടെങ്കിൽ. അതുകൊണ്ട് ചെന്ന ആദ്യം ചെയ്യേണ്ടത് ചോറ് കോരി കൊടുക്കലല്ല, അത് മുഴുവനും പറക്കുക, ക്ലോസറ്റിൽ കൊണ്ടുവന്ന് അങ്ങോട്ട് ഞെക്കിക്കളയുക. പെണ്ണുങ്ങളും തുടങ്ങിയിട്ടുണ്ട് തേക്കാൻ.
പെണ്ണുങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഭർത്താക്കന്മാര് ചെയ്തോളി. അതാണ് കുടുംബജീവിതത്തിന്റെ ഏറ്റവും നല്ല ഊഷ്മളത എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, രണ്ടാമത്തെ പ്രശ്നമാണ് ആ തടിയെങ്ങാനം നമ്മൾ തേക്കുന്നതിന്റെ ഏതെങ്കിലും ഒരു ആ തടിയെങ്ങാനം മുടിയിലിരുന്ന് കഴിഞ്ഞാ ഒളു ശരിയല്ല, കുളി ശരിയല്ല. ഭാര്യ ഭർത്തൃ ബന്ധം നടത്തിയിട്ട് അത് തേച്ചുകൊണ്ട് കുളിച്ചുകൊണ്ട് പള്ളിയിൽ വരുന്ന ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയണം. എന്തുകൊണ്ടെന്നറിയോ? പള്ളിയിൽ വന്നതിന് നിനക്കല്ല ശിക്ഷയാണ് തരുന്നത്, ഖുർആൻ എടുത്തതിന് ശിക്ഷയാണ്, നമസ്കരിച്ചതിന് ശിക്ഷയാണ്. എന്തുകൊണ്ടെന്നറിയോ സഹോദരാ? നിന്റെ മുടിയിലെങ്ങാനും ആ കറുപ്പിന്റെ അടയാളം ഇരുന്ന ആ മുടിയിൽ വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുവാണ്. അങ്ങനെ നിന്റെ കുളി ശരിയായില്ല, നീ ചെയ്യുന്നത് മുഴുവനും പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടാണെങ്കിൽ എന്റെ പൊന്നുപങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു തരുന്നത് മാരകമായ ശിക്ഷയാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കുകയാ, ഈ സദസ്സിൽ ഞാൻ ചോദിക്കുകയാ, എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ചോദിക്കുകയാ, 4 പ്രായക്കാരോട് എനിക്ക് 4 ഉപദേശമാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഈ സമാപന സമയത്ത് തരാനുള്ളത്. ആ 4 ഉപദേശങ്ങൾ ഞാൻ പറയുമ്പോൾ 4 പേരോട് ഞാൻ ചോദിക്കും, നിങ്ങൾ കൈവെക്കണേ. സഹോദരങ്ങളെ, റസൂലുള്ള പറയുകയാണ്, ഇന്നലില്ലാഹി മുനാദിയൻ യുനാദി കുല്ലയോ, ഓരോ ദിവസവും ഒരു മലക്ക് വന്ന് വിളിച്ചു പറയുമെന്നാണ്. 2018 ജനുവരി മാസം 1-ാം തീയതിയും വിളിച്ചു പറഞ്ഞു, 2017 ഡിസംബർ മാസം 31-ാം തീയതിയും വിളിച്ചു പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നാളെ 2018 ജനുവരി മാസം 2-ാം തീയതിയും മലക്ക് വിളിച്ചു പറയൂ. എന്താ വിളിച്ചു പറയുന്നതെന്നറിയോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആണുങ്ങളെ, പെണ്ണുങ്ങളെ, എന്താ വിളിച്ചു പറയുന്നത്? ആദ്യമായിട്ട് ഈ ഭൂമി ലോകത്തുള്ള മലക്ക് വിളിച്ചു പറയുന്ന പ്രായക്കാരനാരെന്നറിയോ? അബ്നാൽ 50 വയസ്സുകാരാ, 50 വയസ്സുകാരാ, 50 വർഷം ജീവിച്ചിരുന്നവരെ, 50 വയസ്സുകാരാ. അല്ലാഹുവിന്റെ മലക്ക് വിളിച്ചു പറയുകയാ, എന്റെ ശബ്ദം ശ്രവിക്കാൻ വേണ്ടി പായിപ്പുല്ലു മഹല്ലപ്പിന്റെ ഈ അനുഗ്രഹീതമായ മതവിജ്ഞാന വേദിയിൽ എന്റെ കരുവാരക്കുണ്ടിലെയും പരിസര പ്രദേശത്തെയും എന്റെ സഹോദരങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ ഞാൻ പറയുകയാ, ഈ സരസിലിരിക്കുന്ന 50 വയസ്സുകാര്, 50 വയസ്സുകാര് മലക്ക് പറയുകയാണ്, നിങ്ങൾ കൃഷി ഇറക്കണേ, കൃഷി ഇറക്കണേ, കൃഷി ഇറക്കണേ. എന്ത് കൃഷിയാണ്? മൺവെട്ടിയെടുത്ത്, മൺകോരിയെടുത്ത്, അരിവാളെടുത്ത് പാടത്ത് പണിക്ക് പോകലല്ല സഹോദരങ്ങളെ. ഏത് കൃഷിയെ പറ്റിയാണ് അല്ലാഹു പറയുന്നത്? ഏത് കൃഷിയെ പറ്റിയാണ് പടച്ചവനെ മലക്കിന്റെ നാവിലൂടെ വിളിച്ചു പറയുന്നത്? അത് കേൾക്കാൻ നമുക്ക് കാതുകളില്ല, അത് കാണാൻ നമുക്ക് കണ്ണുകളില്ല. 50 വയസ്സുകാരാ, അല്ലാഹുവിന്റെ മലക്ക് വിളിച്ചു പറയുന്നത് ഏത് കൃഷിയെ പറ്റിയെന്നറിയോ? കൊയ്ത്തിന്റെ സമയം അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് കൃഷി ഇറക്കണേ, കൃഷി ഇറക്കണേ. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, 50 വയസ്സുകാരുണ്ടല്ലോ, ഈ സദസ്സിരിക്കും 50 വയസ്സുകാരോട് ഞാൻ പറയുകയാ, 60 വയസ്സുകാരനോട് പറയാൻ വേറെ ഒന്നാണ് ഞാൻ പറയാ. 50 വയസ്സിന്റെ താഴോട്ടുള്ളവർ ചിന്തിക്കും, ഞങ്ങൾക്ക് കേൾക്കണ്ടല്ലോ. കേൾക്കണം ചെറുപ്പക്കാരാ, കേൾക്കണം സഹോദരാ, കേൾക്കണം പെങ്ങള്. നിങ്ങളും 50ന്റെ നിറവിലെത്തുമ്പോ, നിങ്ങളും 50ന്റെ നിറവിലെത്തുമ്പോ നിങ്ങളോടും ഭൂമി വിളിച്ചു പറയുന്ന വാക്കാണ്, നിങ്ങൾ കൃഷി ചെയ്യണേ, കൊയ്ത്തിന്റെ സമയമെടുത്തിരിക്കുകയാ. അല്ലാഹു ചിന്തിക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. 50 വയസ്സുകാരെന്ന് കൈ പൊക്കിക്കോളി. ഞാൻ പൊക്കിയാൽ എനിക്ക് 50 ആകത്തോണ്ടത് വേണം. 50 വയസ്സുകാർ പൊക്ക്. പെണ്ണുങ്ങളെ നിലയ്ക്ക് നിർത്താൻ പറ്റിയ 2 വഴികളാണ്. കുടുംബത്തിൽ പ്രശ്നമാണെങ്കിലേ, കുടുംബത്തിൽ ഇതാരും പറയില്ല, അതാണ് പ്രായം പറയില്ല. സ്ത്രീകളുടെ സ്വഭാവം എന്തെന്നറിയോ? അവര് വലിയ പ്രശ്നമാണെങ്കിൽ 2 കാര്യം, കുടുംബത്തിലെ പ്രശ്നം മാറ്റാൻ 2 കാര്യം മതി. എന്താണ്? ഉസ്താദിന് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല, അള്ളാഹു 3ാമതൊരു കുഞ്ഞിനെ കൊടുത്തിരിക്കുക, എന്ന് ഇരട്ട മധുരമാണ് അല്ലേ? 2 ആൺകുട്ടിയുണ്ട്, ഒരു പെണ്ണിന് വേണ്ടി ദ്വാരം. അൽഹംദുലില്ലാ, ഒരു പെൺകുട്ടിയെ തന്നെ അള്ളാഹു കൊടുത്തു. 3ാമതും വാപ്പായിരിക്കുക. ഒരു കുട്ടിയോട് ചോദിച്ചു, വാപ്പാണോ പ്രായം കൂടുതൽ, മോനാണോ? ആർക്കാ പ്രായം കൂടുതൽ? മോനോട് ചോദിച്ചു, മോനേടാ നിനക്കാണോ എനിക്കാണോ, വാപ്പക്കാണോ മോനാണോ പ്രായം കൂടുതൽ? ആർക്കാണ്? നിങ്ങൾക്ക് അതിലും സംശയം? എന്തൊരു നാടാണ്? വാപ്പാക്കാണോ മോനാണോ പ്രായം കൂടുതൽ? വാപ്പ പറഞ്ഞാ എനിക്ക്
മോൻ പറഞ്ഞു അല്ല, ഞാൻ ഉണ്ടായപ്പോഴേ നിങ്ങൾ വാപ്പായത്. അപ്പൊ ഞാൻ നിങ്ങൾ ഒരു പ്രായക്കാരനാണ്. ഞാൻ ഉണ്ടായപ്പോഴേ നിങ്ങൾ വാപ്പായുള്ളൂ, അപ്പൊ നിങ്ങളും ഞാനും ഒരേ പ്രായക്കാരനാണ്. ഏതായിരുന്നാലും എന്റെ സഹോദരങ്ങളെ, കുടുംബത്തില് പ്രശ്നമുണ്ട് പല സ്ഥലങ്ങളിലും. ആ കുടുംബ പ്രശ്നം തീർക്കാൻ ഭർത്താക്കന്മാർക്ക് 2 മരുന്ന് ഞാൻ പറഞ്ഞു തരാം. പെണ്ണുങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിലും അവർക്ക് ഇതൊരു ഇഷ്ടം. ഒന്ന്, വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം. ഉണ്ടാക്കി തരുന്ന ഭക്ഷണം ഉണ്ടല്ലോ, ആ ഭക്ഷണത്തെ പറ്റിയിട്ട് പറയണം. വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ് നിന്റെ ഭക്ഷണം. വായിൽ വെക്കാൻ കൊള്ളൂലായിരിക്കും, എങ്കിലും പറയണം, നീ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം എത്ര മധുരമുള്ള ഭക്ഷണമാണ്, എത്ര തിന്നാലും മതി വരില്ല. ഇത് പറഞ്ഞാൽ ഒരു 3 ദിവസത്തേക്ക് പ്രശ്നമില്ല. 3 ദിവസത്തേക്ക് പിന്നെ വിഷയം ഉണ്ടാവില്ല. പിന്നെ എത്ര ദിവസമുണ്ട്? 4 ദിവസം. അത് ഈ 3 ദിവസം കഴിയുമ്പോൾ പറയണം, എടി എന്നെ കണ്ടാൽ ഇപ്പോഴും ഒന്നാണ് ഒരു 18 വയസ്സ്. പ്രായം ഒരുപാട് ചെന്ന് പല്ലൊക്കെ കൊഴിഞ്ഞതായിരിക്കും, എങ്കിലും പറയണം, നീ വാ തുറക്കാതിരുന്നാൽ, കാരണം പല്ല് കാണുന്നപ്പോഴാണല്ലോ. ഇപ്പോഴും നിന്നെ പറ്റി ഒരു 23 വയസ്സ്, കൂടിപ്പോയ 24 വയസ്സ്, അതിനപ്പുറം പറയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള 4 ദിവസവും വീട്ടിൽ നിൽക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പ്രായം പറയാൻ മടി വേണ്ട. നമുക്ക് നമ്മുടെ പ്രായം അറിയാലോ. എന്തിനാണ് പ്രായത്തിന്റെ നമുക്ക് അതിന് മടി? എന്താണ് പ്രായം പറയാൻ? എനിക്ക് 33 വയസ്സായി. എന്നോട് പലരും ചോദിക്കും, ഉസ്താദേ ഒരു 45 വയസ്സ് വരുമല്ലേ? ഞാൻ പറഞ്ഞു അതെ 45 വയസ്സുണ്ട്. കാരണം നമ്മളെ ബഹുമാനിക്കാണല്ലോ ചോദിക്കുന്നത്. ചിലർ പറയും ഒരു 10, 25, 28, 30 വയസ്സ് വരുമല്ലേ? അവർക്ക് സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കെന്താ പ്രായം? ഒരു വിഷമവും നമുക്ക് വേണ്ട. 50 വയസ്സുകാര് കൈപൊക്കി. ഞാൻ പറയട്ടെ, എന്റെ 50 വയസ്സുകാരോട് ഇന്നും ഭൂമിയിലെ ഒരു മലക്ക് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ കൃഷി ഇറക്കണം, പാടത്തിറങ്ങണം, പണിയെടുക്കണമെന്നാണ്. അത് ഏത് പാടമാണ്, ഏത് പണിയാണ്, ഏത് കൃഷിയാണ്, ഏത് മൺവട്ടിയും മൺകോരിയുമാണെന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ശൂറ ഒന്ന് പരിശോധിച്ച് നോക്കുക. കൃഷിയെ പറ്റി അള്ളാഹു പറഞ്ഞു. ഏത് കൃഷിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഇനിയും 50 വയസ്സെത്തിയിട്ടുള്ള സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ രാത്രി മുതൽ നിങ്ങൾ കൃഷി ഇറക്കണം. ആ കൃഷി ഏതാണ് സഹോദരങ്ങളെ? അല്ലാഹു തന്നെ പറഞ്ഞു. അല്ലാഹു പറയുകയാണ്, മൻ കാന യുരീദു ഹർസൽ ആഖിറ നസിദ് ലഹു ഫീ ഹർസിഹി വമൻ കാന യുരീദു ഹർസദ് ദുനിയാ നുതിഹി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. അല്ലാഹു പറയുന്ന കൃഷിയേരെന്നറിയോ? അവന്റെ മലക്കിന്റെ നാവിലൂടെ പറഞ്ഞ കൃഷിയേരെന്നറിയോ? സഹോദരങ്ങളെ, അല്ലാഹു പറയുകയാണ്, ആരെങ്കിലും ആഖിറത്തിന് വേണ്ടിയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ നസിദ് ലഹു ഫീ ഹർസിഹി, അവന്റെ കൃഷിയിൽ ഞാൻ വർധനവ് കൊടുക്കുന്നതാ. നേരെ മറിച്ച് ദുനിയാവിന്റെ കൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ നുതിഹി മിൻഹാ, അല്ലാഹു തരില്ലെന്ന് പറഞ്ഞില്ല കൂട്ടരെ, അല്ലാഹു പറഞ്ഞു തന്നേക്കാ. പക്ഷേ വമാലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, നിങ്ങൾക്ക് നാളെ പരലോകത്ത് ഒരു പ്രതിഫലവുമില്ല. മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരാ. ഇന്ന് വയലുണ്ടെന്നറിഞ്ഞപ്പോ ഈ മനപ്രസംഗത്തിന് വേണ്ടി വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങള്, നിങ്ങളുടെ കൃഷി നിങ്ങൾ പരലോകത്തേക്ക് വേണ്ടി ആക്കണമെന്ന് പറഞ്ഞാൽ, ദുനിയാവിന് വേണ്ടി ആക്കിയാൽ നിങ്ങൾക്ക് ദുനിയാവ് മാത്രമേ കിട്ടൂ എന്ന് പറഞ്ഞതിന്റെ ആശയം ഞാൻ പറഞ്ഞു തരാ. ഇന്ന് വയലുണ്ടെന്നറിഞ്ഞപ്പോ ഈ വയല് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സഹോദരങ്ങള്, ഒരാള് ചിന്തിക്കുകയാണ്, ഞാനിതൊന്നുമല്ലെങ്കിലും ഇൽമിന്റെ തീരമല്ലേ, റസൂലുള്ള സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പെന്ന് പറഞ്ഞ വേദിയല്ലേ, അല്ലാഹുവിന്റെ മാലാഖമാര് 4 ഭാഗത്ത് വിന്യസിക്കപ്പെടുന്ന ഭൂമിയല്ലേ. ഇന്നലത്തെ ഇശാക്ക് മുമ്പ് ഈ മണ്ണിനെന്ത് പ്രത്യേകതയാണുള്ളത്? ഒന്നുമില്ല. ഈ മണ്ണ് ഹറമല്ല, ഈ മണ്ണ് പവിത്രമല്ല, ഈ മണ്ണിന് യാതൊരു മഹത്വവുമില്ല. ഈ മണ്ണിലൂടെയാണ് നായമൂത്രമൊഴിക്കുന്നത്, ഈ മണ്ണിലൂടെയാണ് സഹോദരങ്ങളെ നാൽക്കാലികൾ മേഞ്ഞു നടക്കുന്നത്. ഈ മണ്ണിനൊരു പ്രത്യേകതയുമില്ല. പക്ഷേ ഇന്ന് ഈ സമയത്ത് നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ, ഇന്നലെ രാത്രി നിങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോ, നാളെ മജ്‌ലിസുൻ നൂറിൽ ഒരുമിച്ച് കൂടുമ്പോ, സഹോദരങ്ങളെ, ഈ മണ്ണ് പവിത്രമാണ്, ഈ മണ്ണ് പവിത്രമാണ്. ഈ മണ്ണിൽ നിങ്ങൾ മരിച്ചു വീണാ നിങ്ങൾക്ക് സ്വർഗമുറപ്പാ. ഈ മണ്ണിന്റെ 4 ഭാഗങ്ങളിലും മാലാഖമാര് സംരക്ഷണ ഭിത്തി കെട്ടിയിരിക്കുകയാ. ഇവിടെ റഹ്മത്തിന്റെ മാലാഖമാര് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അനുസ്യൂത പ്രവാഹമുണ്ട്. ഈ മണ്ണിന് ഇന്ന് മഹത്വമുള്ള മണ്ണാ. എന്തുകൊണ്ടെന്നറിയോ? ഈ മണ്ണിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ
പരിശുദ്ധമായ ദീനിന്റെ ചർച്ച നടക്കുന്ന മണ്ണാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ ഒരു പിതാവ് ചിന്തിക്കുന്നു, ഒരു സഹോദരൻ ചിന്തിക്കുന്നു, അള്ളാഹുവിന്റെ ദീനിന്റെ മജ്‌ലിസ് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ തോട്ടമല്ലേ, അതുകൊണ്ട് ഒന്നുമല്ലെങ്കിൽ പോയിരുന്നു ഉറങ്ങിയാൽ സ്വർഗത്തിന്റെ തോട്ടത്തിരുന്ന് ഉറങ്ങിക്കൂടെ എന്ന് ചിന്തിച്ചുകൊണ്ട് വന്ന എന്റെ ഉപ്പമാരെ, എന്റെ പെങ്ങന്മാരെ, എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആഖിറമാണ് ലക്ഷ്യമെന്നുള്ളത് കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുമ്പോ ഇതിനേക്കാൾ ഇരട്ടിയായി അള്ളാഹു ഖൈറിന്റെ വാതിലുകൾ തുറന്നു തരുന്നതാ. ഇനി നേരെ മറിച്ച് ഈ ഇരുട്ടം കൊണ്ട് ചിലരുദ്ദേശിക്കുന്ന ദുനിയാവാണ്. അവിടെ ചെന്നിരിക്കാം, ആളുടെ പ്രസംഗം എന്തെന്ന് നോക്കാം, പ്രസംഗത്തിലൂടെ പറയുന്ന പാളിച്ചകൾ നാളെ ഫേസ്ബുക്കിലൂടെ ഇടാ, അതല്ലെങ്കിൽ ഇയാൾ ഏത് സംഘടനക്കാരനാണെന്ന് നോക്കാം, അതല്ലെങ്കിൽ എങ്ങനെയാണ് പ്രസംഗമൊന്ന് വീക്ഷിക്കാം. അങ്ങനെ ദുനിയാവിന്റെ ചിന്തയോടെ കടന്നു വന്നാൽ സഹോദരങ്ങളെ, അല്ല തരില്ലെന്ന് പറഞ്ഞില്ല, നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കിട്ടും. എന്റെ പ്രസംഗത്തിലൂടെ നിങ്ങൾക്ക് എന്താ പറയുന്നതെന്ന് കിട്ടും. പക്ഷേ സഹോദരങ്ങളെ, വമാലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, പരലോകത്ത് ചെല്ലുമ്പോ ഈ രാത്രി മഞ്ഞുകൊണ്ട്, ഡിസംബർ മാസത്തിന്റെ ജനുവരി മാസത്തിന്റെ പ്രാരംഭത്തിന്റെ മഞ്ഞുകൊണ്ട് പനി പിടിച്ചാ നിങ്ങൾക്കൊരു ഗുണമില്ല, നിങ്ങൾക്കൊരു ഗുണമില്ല. നാളെ പരലോകത്ത് നിങ്ങൾ വട്ടപൂജ്യമാണ്. ഈ സരസിൽ നിന്നത് കൊണ്ടൊരു നേട്ടവുമില്ല. എന്റെ സംഘാടകരെ, നിങ്ങൾ ഈ വാള് വെച്ചത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വജഹാണ് കാംക്ഷിക്കുന്നതെങ്കിൽ പടച്ചവൻ ഈ നാട്ടിൽ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ, ഇവിടുത്തെ ആളുകൾക്ക് വിജ്ഞാനം കിട്ടട്ടെ എന്ന നീയത്തോടു കൂടിയാണോ നിങ്ങൾ കച്ചവടത്തിൽ മികച്ചവരാ, നിങ്ങൾക്ക് പരലോകത്ത് പ്രതിഫലമുണ്ട്. അതല്ലാതെ ഇവിടെ കുറച്ച് കാശ് പിരിയണം, ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടണമെന്ന ദുനിയാവിന്റെ ചിന്തയാണോ? അല്ല പറയുന്നത് നിങ്ങൾക്ക് തരും, കുറെ പൈസ പിരിയും, പക്ഷേ വമാലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, നാളെ അള്ളാഹുവിന്റെ അടുത്തൊരു പ്രതിഫലവുമില്ല. ഇനി എന്റെ കാര്യമെടുക്ക്, അനുവാചകരായി സംഘാടകരായി ഇനി പറയുന്ന എന്റെ കാര്യമെടുക്ക്. ഞാൻ ധീരമായി പ്രസംഗിക്കുമ്പോ നാളെ എനിക്കൊരു സമൂഹം ഇവിടെ എന്നെ അംഗീകരിക്കുന്നവർ വരട്ടെ. ഞാൻ ഇവിടെ വയല് പറയാൻ വന്നാൽ ഓടിയെത്തുന്നൊരു സമൂഹം വരട്ടെ. നല്ല പ്രസംഗമായിരുന്നു, നല്ല പ്രസംഗമായിരുന്നു എന്ന അഭിപ്രായം പറയട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വായ തുറന്ന് തൊള്ള തുറന്ന് വിളിച്ചു കൂവിയാൽ സഹോദരങ്ങളെ, ദുനിയാവിന് വേണ്ടിയാണ് എന്റെ ഈ കൃഷിയുള്ളത്. നിങ്ങൾ പറയുമായിരിക്കും നല്ല പ്രസംഗമായിരുന്നു, ചെകിട് കൊടുത്ത് കേൾക്കാൻ പോലും പറ്റിയില്ല, എന്തൊരു ശബ്ദമാണ്, ആ ശബ്ദത്തിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി റോഡിൽ പോകേണ്ടി വന്നു എന്ന് നിങ്ങൾ പറയും. പക്ഷേ നിങ്ങൾക്ക് അത് മാത്രമേ കിട്ടൂ, എനിക്കത് മാത്രമേ കിട്ടൂ. പക്ഷേ ഇത് പറയുന്നത് കൊണ്ട് പടച്ചവനെ, നാളെ പ്രതിഫലം എനിക്ക് സ്വർഗത്തിൽ തരണമെന്ന് ഞാൻ ചിന്തിച്ച എന്റെ ഈ ശരീരം മുഴുവനും, എന്റെ ശരീരത്തിന്റെ എല്ലാ ഞരമ്പുകളും വലിയുന്ന രീതിയിൽ ഞാൻ ഉറക്കെ വിളിച്ചു പറയുന്ന എന്റെ പടച്ചോന്റെ ഖുർആനാ, എന്റെ ഹബീബിന്റെ സുന്നത്തായ ഹദീസുകളാ. അതുകൊണ്ട് എനിക്ക് പരലോകത്ത് പ്രതിഫലം തരണമെന്ന് ചിന്തിച്ച നിങ്ങൾ എത്ര തന്നാലാ എനിക്ക് തികയുക, നിങ്ങൾ എന്ത് വാരി തന്നാലാ എനിക്ക് തികയുക. സഹോദരങ്ങളെ, എനിക്ക് തരാൻ എന്റെ പടച്ചവനുണ്ട്. ആ പടച്ചവന്റെ വജഹാണ് ഞാൻ കാംക്ഷിക്കുന്നതെങ്കിൽ എന്റെ ഈ കച്ചവടം, എന്റെ ഈ കൃഷി പരലോകത്തിന്റെ കൃഷിയാ. അതല്ലെങ്കിൽ ആളുകൾ നല്ലത് പറയുമെന്നതിനപ്പുറം എനിക്ക് ദുനിയാവിൽ കിട്ടും. പക്ഷേ വമാലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, അല്ലാഹുവിന്റെ പരലോകത്ത് എനിക്കൊന്നുമില്ല. നിങ്ങൾ എന്തെന്നാലും എനിക്ക് തികയും? പ്രസവിക്കുന്നതിനേക്കാളും പാടാ പ്രസംഗിക്കുന്നത്. 98% സ്ത്രീകളും പ്രസവിക്കും, 50% പുരുഷന്മാരെ പ്രസംഗിക്കൂ. ഉസ്താദിന്റെ ശബ്ദം കേട്ട് അള്ളാഹു മനോഹരമായി അള്ളാഹു അനുഗ്രഹിച്ച ശബ്ദമാണ്. പക്ഷെ വഴുതിന് പോയതായിട്ട് ഞാൻ എവിടെ നോട്ടീസ് കണ്ടില്ല. നല്ല ഇൽമുണ്ട്. ഫൈസാബാദിൽ നിന്ന്, പട്ടിക്കാട് ജാമിയ നൂരിയിൽ നിന്നിറങ്ങിയവർ മോശക്കാരാണോ? അൽഹംദുലില്ലാ, അള്ളാഹു അനുഗ്രഹിച്ച ഇൽമുണ്ട്, അള്ളാഹു അനുഗ്രഹിച്ച ശബ്ദമുണ്ട് സഹോദരങ്ങളെ. പക്ഷെ വഴുതിന് എവിടെയും പോയതായിട്ട് നോട്ടീസിൽ ഞാൻ പേര് കണ്ടില്ല. എന്തുകൊണ്ടാ? പ്രസംഗിക്കാൻ അറിയാത്തത് കൊണ്ടാ. എന്നെക്കാളും നന്നായി പ്രസംഗിക്കും, പക്ഷേ അദ്ദേഹം പോവില്ല. കാരണം പ്രസംഗം അങ്ങോട്ട് തുടങ്ങിയ തള്ള വിരൽ മുതൽ ഒരു പെരുപ്പോ ഒരു വേദനയും തുടങ്ങും അല്ലേ? എന്റെ സഹോദരങ്ങളെ, ഇങ്ങനെ വിളിച്ചു പോകുമ്പോ നിങ്ങൾ എന്ത് എന്നാലും എനിക്ക് തികയൂല. പക്ഷേ എനിക്ക് എന്റെ റബ്ബ് അൽഹംദുലില്ലാ, എന്റെ ദീനാണല്ലോ പാതിരാത്രി വിളിച്ചു പോകുന്നതെന്ന് പടച്ചോനെന്ന് ചിന്തിച്ചാൽ മതി, ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് എന്റെ ചിന്ത എന്താകണം? ആളുകൾ ഇരിക്കുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ എല്ലാവരും പോയി 5 പേരുള്ള അള്ളാഹു സത്യം ഇതേ ശബ്ദത്തിൽ, ഇതേ ശൈലിയിൽ, ഇതേ രീതിയിൽ ഞാൻ പ്രസംഗിക്കും. എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. ഇനിയിപ്പോ 50,000 പേര് വന്നു, ഞാൻ എന്താ ചെയ്യാ? ഞാൻ കുതിച്ചാടൊന്നുമില്ലല്ലോ ഇവിടെ.
ഞാൻ ഇവിടെ കുതിച്ചാടൊന്നുമില്ല. ഞാൻ ഇതേപോലെ തന്നെ പ്രസംഗിക്കും. ചിലപ്പോ അത്രയും ആള് കൂടുമ്പോ ചിലപ്പോ പ്രസംഗം ഒന്ന് കുറയ്ക്കുകയല്ലാതെ പറ്റൂല. കാരണം എന്താണ്, ആള് കൂടുന്നതനുസരിച്ച് ഈ മൈക്ക് അറേഞ്ച്മെന്റുകൾ കൂട്ടും. അങ്ങനെ കൂട്ടുമ്പോ അവർക്ക് തുറന്നു വെക്കാൻ ഒരു പേടിയുണ്ടാവും അല്ലെ. ഇപ്പൊ അൽഹംദുലില്ലാ ഞാന് നല്ല മനോഹരമായി വെച്ച് തന്നിട്ടുണ്ട്. മുമ്പ് നമ്മളിവിടെ വെച്ചോ ഇല്ല, നല്ല മനോഹരമായി നല്ല സെറ്റിംഗ്സ് ആണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സാധാരണ ഞാൻ മൈക്ക് നോക്കിയിട്ട് ഒന്ന് വിളിക്കും, ഒന്ന് ശരിയാക്കാൻ പറയും. ഇത് ഇങ്ങോട്ട് തന്നെ വന്ന് പറഞ്ഞു, സാറേ എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു നീ വെച്ചാൽ മതി. അൽഹംദുലില്ലാ റാഹത്താണ്. പറഞ്ഞതുപോലെ വെച്ചു. ചില സ്ഥലത്ത് ഒരു സ്ഥലത്ത് വന്നപ്പോ അങ്ങനെ നല്ല ജനക്കൂട്ടമാണ്. 10, 7,000, 8,000 ആളുകളുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളുമായി. ഈ മൈക്ക് കാണാൻ ഇവിടെ ഇരിക്കുന്നത് നീ കാണാൻ വയ്യ. ഞാൻ 4 ഭാഗത്ത് നോക്കിയിട്ട് കാണാനില്ല. നോക്കുമ്പോൾ അവരുടെ ഇടയിൽ ഇരിക്കാൻ. അപ്പൊ എത്ര ചെയ്തിട്ട് ശരിയാവുന്നില്ല. നമുക്കിപ്പോ തങ്ങൾ പറഞ്ഞ എന്താണ്, തങ്ങൾക്ക് എത്ര മണിക്കൂർ വേണം അങ്ങനെ പറയാൻ പറ്റും. ഞാൻ അങ്ങനെ പറഞ്ഞ പടച്ചോ സത്യം, ഈ സംഘാടകരല്ലാതെ ഈ 5 പേരല്ലാതെ വേറെ ഒരാൾ ഇവിടെ ഉണ്ടാവില്ല. ഞാൻ പതുക്കെ പറയാൻ, നിങ്ങളൊക്കെ അനുസരിക്കണം, നിങ്ങളൊക്കെ ദീനിന് വേണ്ടി പ്രവർത്തിക്കണം, ആരും കണ്ടുപിടിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കുവോ? നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളിരിക്കുന്നത്. ആസ്വാദനമാണ് എല്ലാവർക്കും. ചുണ്ടുകളിൽ നിന്ന് കാതുകളിലേക്കുള്ള ആസ്വാദനമായി മാറി വഴല്. അത് പാടില്ല. വഴല് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക്. അത് തങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണല്ലോ മുഹീദ്ദീൻ ശൈഖ് പ്രസംഗിക്കാൻ വേണ്ടി വരാൻ അല്പം വൈകി. വിളിച്ചു പറഞ്ഞു, ഒന്ന് ആരെങ്കിലും ഒന്ന് പ്രസംഗിപ്പിക്കാൻ പറഞ്ഞു. കഥ കേട്ടിട്ടില്ലേ? മിനിങ്ങാന്ന് വെള്ളിയാഴ്ച അന്നാണ് ഞാൻ അത്തിപ്പറ്റ ഉസ്താദിനെ പറ്റി പറഞ്ഞ ആ ക്ലിപ്പ് പല ഭാഗങ്ങളിലും എത്തപ്പെട്ടു. അത് ഉള്ളത് പറഞ്ഞതാ ഞാൻ, അല്ലാതെ വാഴ കിട്ടാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല, ആരെ സുഖിപ്പിക്കാൻ പറഞ്ഞൊന്നുമല്ല. പടച്ചവൻ ആരെയും സുഖിപ്പിക്കാനാണെങ്കിൽ എനിക്ക് ഒരു ലക്ഷ്യവും അങ്ങനെ ലക്ഷ്യമില്ല. ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പ്രസംഗിക്കാൻ വരാൻ ഒന്ന് വൈകി. എന്തോ ഒരു അസ്വസ്ഥത. ഒരാളോട് പറഞ്ഞു ആരെങ്കിലും ഒന്ന് പ്രസംഗിപ്പിക്കാൻ പറഞ്ഞു. തങ്ങൾ തന്നെ ഒരു ശിഷ്യൻ കയറി പ്രസംഗിക്കുകയാണ്. എന്തൊരു പ്രസംഗം, എന്തൊരു പ്രൗഢി, എന്തൊരു പ്രാഗൽഭ്യം, എന്തൊരു വാക്ചാതുര്യം, എന്തൊരു ഗാംഭീര്യം, എന്തൊരു ഘനം. അങ്ങനെ പ്രസംഗിച്ച് പര്യായ പദങ്ങളുടെ പരമ്പര. വാക്കുകൾ കൊണ്ട് അമ്മാനമാടുക. ആയത്തുകൾ ഇങ്ങനെ മഴ പെയ്യും പോലെ, ഹദീസുകൾ ഇങ്ങനെ കൊടുങ്കാറ്റടിച്ച് വീശും പോലെ. പക്ഷെ ആളുകൾ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങുകയാണ്. ആളുകൾ ഉറങ്ങി തട്ടുകയാണ്. ചില സദസ്സിൽ കണ്ടിട്ടില്ലേ, നേരത്തെ വരെ ഇങ്ങനെ ഇരിക്കും, സാറേ ഞങ്ങളെത്തി എന്ന് പറയും. 10 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങോട്ട് വിളിക്കും പ്രസംഗിക്കുന്ന ആളിനെ. അങ്ങനത്തെ കുറെ ആളുകൾ. ചില ആളുകൾ ഇരുന്ന് അന്ന് മൊബൈലില്ല. ചില ആളുകൾ അശ്രദ്ധമായിരിക്കുന്നു. ചിലർ ചിരിക്കുന്നു, ചിലർ ഉറങ്ങുന്നു, ചിലർ കളിക്കുന്നു, ചിലരിരുന്ന് കൈയടിക്കുന്നു. ആളുടെ മൂപ്പിച്ചു കൊടുക്കുക. അങ്ങനല്ല നമ്മുടെ സ്വഭാവം. എന്തെങ്കിലുമൊക്കെ വിവാദ വിഷയങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ കൈയടിച്ചു തരും, അല്ലെങ്കിൽ സപ്പോർട്ട് ഇങ്ങനെ കാണിച്ചു തരും. നമ്മൾ പറയും, അവസാനം നമ്മളെ തക്കിയെടുത്ത് ജയിലിൽ കൊണ്ടങ്ങിടും. അവരെ വഴിക്കും പോയി. അങ്ങനെയാണ് മഅദനി ഉസ്താദ് ഇപ്പൊ കിടക്കുന്നത്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അല്ലേ, മിണ്ടാൻ അറിയുന്നവനെ അകത്ത് പിടിക്കൂ. കാക്ക പറന്നുപോയി, തത്തെ കൂട്ടിലടച്ചിട്ടിരിക്കുന്നു. ഓടി വന്നിട്ട് തത്തയോട് കാക്ക ചോദിച്ചു, ഏയ് തത്തെ, ഞാനും കിളി നീയും കിളി, ഞാനും പറവ നീയും പറവ, നീ അകത്ത് ഞാൻ പുറത്തു, എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. തത്ത പറഞ്ഞു, എനിക്ക് മിണ്ടാ അറിയാം, നിനക്ക് മിണ്ടാ അറിയൂടാ. അല്ലേ, തത്തെ പിടിച്ച് കൂട്ടിയിടുന്ന എന്തുകൊണ്ടാണ്? തത്ത സംസാരിക്കും. നമ്മൾ പറയും പോലെ തത്ത സംസാരിക്കും. പക്ഷേ കാക്കയ്ക്ക് അതറിയില്ല. അതുകൊണ്ട് കാക്കയെ തുറന്നു വിട്ടു, തത്തെ കൂട്ടിലടച്ചു. സംസാരിക്കാൻ അറിയുന്നവനെ കൂട്ടിലാക്കും. അതാണ് ഇന്നത്തെ പരിപാടി. ഞാൻ പറഞ്ഞു വന്നത്, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോ ഇങ്ങനെ പ്രസംഗത്തിന് കുറവൊന്നുമില്ല. ഇങ്ങനെ വലിയ ഗാംഭീര്യമുള്ള പ്രസംഗം നടക്കുന്നു. പക്ഷെ ആളുകളൊക്കെ അശ്രദ്ധമായിരിക്കുന്നു. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സ്റ്റേജിലേക്ക് കയറി വന്നപ്പോ സദസ്സെല്ലാവരും ഉണർന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു തുടങ്ങുന്ന എങ്ങനെയാണ് എന്താണെന്നറിയോ? ഒരായത്തോതിയില്ല, ഒരു ഹദീസ് ഓതിയില്ല, ഒരു ചരിത്രം പറഞ്ഞില്ല, ആരെയും പിടിച്ചിളക്കിയില്ല, ശബ്ദ ഗാംഭീര്യത്തോടെ പ്രസംഗിച്ചില്ല. മഹാനവറുകൾ വന്ന് പറഞ്ഞു, എനിക്ക് എന്റെ വീട്ടിൽ ഒരു പൂച്ച ഉണ്ടായിരുന്നു. ആ പൂച്ചയോട് എനിക്ക് വലിയ സ്നേഹമായിരുന്നു. ആ പൂച്ചയ്ക്ക് എന്നോടും വലിയ സ്നേഹമായിരുന്നു. പക്ഷേ ഇന്നലെ ആ പൂച്ച ചത്തുപോയി എന്ന് പറഞ്ഞപ്പോ സദസ് കൂട്ടക്കരച്ചിലായി. സഹോദരങ്ങളെ, അതാണ് ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രസംഗം. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് എനിക്ക് പറയുവാനുള്ളത്, സഹോദരങ്ങളെ, നമുക്ക് ഈ അനുഗ്രഹീതമായ വേദി കൊണ്ട് പരലോകത്തെ നമ്മൾ ലക്ഷ്യമാക്കുക. എന്നാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. അള്ളാഹു അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നിങ്ങൾ പരലോകത്തിന് വേണ്ടി പണിയെടുക്കുക, കൃഷി ഇറക്കുക. ഇനിയെങ്കിലും 50 വയസ്സുകാരാ പരലോകത്തിന് വേണ്ടി കൃഷി ഇറക്കുക. ഞാൻ അങ്ങനെ ഒരു കൃഷി ഇറക്കി ഒരാളെ കഥ പറഞ്ഞു തരട്ടെയോ? സഹോദരങ്ങളെ, പ്രിയപ്പെട്ട പെങ്ങന്മാര്, ചരിത്രം
കേൾക്കാൻ താല്പര്യമുള്ളവരാ. സഹോദരിമാരെ, സഹോദരങ്ങളെ, എന്റെ പ്രിയമുള്ളവരെ, ചിന്തിക്കണേ. മഹാനായ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു ഏറ്റവും വലിയ കോടീശ്വരനാണ്, പണക്കാരനാണ്, സമ്പന്നനാണ്, കച്ചവടക്കാരനാണ്, ബിസിനസ്മാനാണ്, ഏറ്റവും നല്ല മിടുക്കനായ കച്ചവടക്കാരനാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്തിന്റെ വ്യാപ്തി എന്തെന്നറിയണോ? പണത്തിന്റെ പരമോന്നതമായ അവസ്ഥ എന്തെന്നറിയണോ? മഹാനായ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു സഹോദരങ്ങളെ മുശ്രിക്കായിരുന്ന കാലമുണ്ടായിരുന്നു, ബഹുദൈവ വിശ്വാസിയായിരുന്ന കാലമുണ്ടായിരുന്നു. അല്ലാഹു സുജൂദ് ചെയ്യാത്ത, ആരംഭ പൂവായ പ്രവാചകനെ അനുസരിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. അന്ന് വിഗ്രഹങ്ങളോട് വിങ്ങിപ്പൊട്ടിയിട്ട് വിഷമങ്ങൾ പങ്കുവെക്കുന്ന കാലമാ, കല്ലിനോട് കഥനക്കഥകൾ പറഞ്ഞ് കരയുന്ന കാലമാണ്. സഹോദരങ്ങളെ, അബൂദർദാ തങ്ങള് രാവിലെ കച്ചവട സ്ഥാപനത്തിലേക്ക് പോകുന്നതെങ്ങനെയെന്നറിയോ? താൻ ആരാധിക്കുന്ന ദേവീദേവന്റെ മുമ്പിൽ നിന്ന് കൈകൂപ്പി നിന്നിട്ടാ പോവുക. അബൂദർദാ റളിയല്ലാഹു തആല പോയി മടങ്ങി വരുമ്പോ സഹോദരങ്ങളെ കടയിലെ ഏറ്റവും നല്ല പട്ടുവസ്ത്രം കൊണ്ടുവരുമായിരുന്നു, ഏറ്റവും നല്ല വിലപിടിപ്പുള്ള പട്ടുവസ്ത്രം കൊണ്ടുവരുമായിരുന്നു. പട്ട് കച്ചവടക്കാരനാ, പട്ടുനൂല് കച്ചവടക്കാരനാ. സഹോദരങ്ങളെ, ആ പട്ടുവസ്ത്രം കൊണ്ടുവന്ന് എന്താ ചെയ്യുന്നതെന്നറിയോ? ഏറ്റവും വില കൂടിയ പെർഫ്യൂമും കൊണ്ടുവരുമായിരുന്നു, സുഗന്ധദ്രവ്യം കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ സുഗന്ധദ്രവ്യവും കൊണ്ടുവന്ന് പട്ടുടയാടയും കൊണ്ടുവന്ന് ഈ ദൈവത്തിനെ അങ്ങ് പുതച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മനോഹരമായ പെർഫ്യൂം അങ്ങ് പുരട്ടി കൊടുക്കുകയാ. ദൈവത്തിന്റെ കൈകാലുകളിൽ അത്തർ പൂശി കൊടുക്കുകയാ. സഹോദരങ്ങളെ, ഓരോ ദിവസവും അങ്ങനെ തന്നെയായിരുന്നു. ഒരു ദിവസം പോലും അതിൽ മാറ്റമില്ല. എന്റെ പ്രിയമുള്ളവരെ, അപ്പട്ടോളം കോടീശ്വരനായിരുന്ന, കച്ചവടത്തിൽ സാമർഥ്യമുണ്ടായിരുന്ന, കച്ചവടത്തിൽ നിപുണനായിരുന്ന, നൈപുണ്യം നേടിയിരുന്ന ഈ അബൂദർദാ എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചു, ഹബീബായ നബി അംഗീകരിച്ചപ്പോ സുബ്ഹാനല്ലാഹ് ആദ്യം ചെയ്തതെന്തെന്നറിയോ? അബൂദർദാ തങ്ങൾ തന്റെ കച്ചവട സ്ഥാപനങ്ങൾ അങ്ങ് പൂട്ടി സീൽ ചെയ്യുകയാ. കച്ചവട സ്ഥാപനങ്ങൾ അടയ്ക്കുകയാണ്, കച്ചവട സ്ഥാപനങ്ങൾ അങ്ങ് പൂട്ടി സീല് ചെയ്തു. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ, ആളുകൾ വന്നിട്ട് ചോദിച്ചു, അബൂദർദായെ കട തുറക്കാത്തതെന്താ? എന്തേ കട തുറക്കാത്തത്? അബൂദർദാ തങ്ങൾ പറയുകയാണ്, ഇല്ല, ഇനി എനിക്ക് കച്ചവടം വേണ്ട. എന്തേ കാര്യമെന്ന് ചോദിച്ചപ്പോ അബൂദർദാ തങ്ങൾ പറയുകയാണ്, ഇത്രയും നാളെ ദുനിയാവിന് വേണ്ടി ഞാൻ പണിയെടുത്തില്ലേ, ഇത്രയും നാളെ ദുനിയാവിന് വേണ്ടി ഞാൻ കൃഷി ഇറക്കി, ഇനിയെങ്കിലും ഞാൻ പരലോകത്തിന് വേണ്ടി കൃഷി ചെയ്യാതിരുന്നാൽ എങ്ങനാ എനിക്ക് സ്വർഗം ലഭിക്കുക? എങ്ങനാ പടച്ചവന്റെ തൃപ്തി എനിക്ക് കരകരമാക്കുക? എങ്ങനാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് കഴിയുക? എന്റെ സഹോദരങ്ങളെ, കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടി സീൽ ചെയ്യുന്ന അബൂദർദായിനോട് കച്ചവടം ഇസ്ലാം ഹറാമാക്കിയില്ലല്ലോ, കച്ചവട പൈസ പ്രോത്സാഹിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ, വേണ്ട, പള്ളിയുടെ മുന്നിൽ എനിക്ക് കട കിട്ടുകയോ, ആ പള്ളിയിൽ 5 നേരത്തെ നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കാൻ കഴിയുകയോ, ആ പള്ളിയിൽ നിന്ന് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ, എന്നിട്ട് രാത്രി കടയടയ്ക്കുന്ന സമയത്ത് എന്റെ പോക്കറ്റിൽ 300 ദിർഹം എനിക്ക് ലാഭം കിട്ടുകയും ചെയ്താൽ, ഇല്ല, ഞാൻ ഇന്നെ കച്ചവടം ചെയ്യുന്നില്ല, എനിക്കിന്നെ കച്ചവടം വേണ്ട എന്ന് പറയുകയാ. സഹോദരങ്ങളെ, ജമാഅത്ത് നഷ്ടപ്പെടുന്നത് കൊണ്ടല്ല, പള്ളിയുടെ മുമ്പിലാണ് എനിക്ക് ജമാഅത്ത് മുടങ്ങൂല, എന്നാൽ ലാഭം കിട്ടാത്തത് കൊണ്ടാണോ? അല്ല, എനിക്ക് 300 ദിർഹം ലാഭം കിട്ടും. അങ്ങനെ ഞാൻ 300 ദിർഹം ലാഭവും കിട്ടി. 5 നേരം പള്ളിയിലെ ജമാഅത്തായി നിസ്കാരവും കിട്ടുന്ന പള്ളിയുടെ മുന്നിലെ ഒരു കട എനിക്ക് കിട്ടിയാൽ വല്ലാഹി എനിക്ക് ഇന്നെ കച്ചവടം വേണ്ട. സഹോദരങ്ങളെ, ഇത് കേൾക്കുമ്പോ നിങ്ങൾക്കൊരു ധാരണ വരും, കച്ചവടം ഇസ്ലാമിൽ ഹറാമാണെന്നല്ല. പാടത്ത് പണിയെടുക്കുന്നവന്റെ മഹത്വം നിങ്ങൾക്കറിയോ? ഇന്ന് വരെ റസൂലുള്ള നിസ്കാരം നടത്തിയവന്റെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കലും നിസ്കരിച്ച നിസ്കാരത്തിന് വന്നവന്റെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്തിട്ടില്ല. കയ്യിൽ സക്കാത്ത് കൊടുത്തവന്റെ കൈ പിടിച്ച് റസൂല് ചുംബിച്ചിട്ടില്ല. നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി തങ്ങൾ നടന്നു വരുമ്പോഴാ സഅദ് എന്ന് പറയുന്ന തന്റെ അനുയായികളിൽപ്പെട്ട സഖാക്കളിൽപ്പെട്ട തന്റെ സഖാവ് സഅദ് റളിയല്ലാഹു
റളിയല്ലാഹു അൻഹു നടന്നു വരികയാ. ആ സഅദ് റളിയല്ലാഹു തആല നടന്നു വന്നപ്പോ ആരംഭ പൂവായ പ്രവാചകനെ ഓടിച്ചെന്നു. അടുത്തേക്ക് ചെല്ലുമ്പോ സഅദ് എന്തോ പിന്നിലേക്ക് മറച്ചു പിടിക്കുകയാ. എന്താണെന്നറിയാൻ റസൂലുള്ള നോക്കുമ്പോൾ ഒരു മൺവെട്ടിയാണ്, മൺകോരിയാണ്. സഹോദരങ്ങളെ, റസൂൽ ചോദിച്ചു, എന്താ സഅദേ നിന്റെ കയ്യില്? നബിയേ, മൺവെട്ടിയാ. ഇത് പറഞ്ഞപ്പോ റസൂലുള്ള മൺവെട്ടി കയ്യിൽ വാങ്ങുകയാ. എന്നിട്ട് മുന്നിലിരിക്കുന്ന സഹാബത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ കൈപിടിച്ചു നോക്കുമ്പോ കയ്യിലെ മുഴുവനും അടയാളമാ. കയ്യിലെ മുഴുവനും അടയാളമാണ്, തഴമ്പാണ്. കൈ ഇങ്ങനെ കായ്ച്ചു കിടക്കുകയാണ്. സഹോദരങ്ങളെ, മൺവെട്ടി പിടിച്ച് മൺകോരി പിടിച്ച് ആ സഹോദരൻ സഅദിന്റെ കൈ ഇങ്ങനെ തഴമ്പിച്ചു കിടന്നപ്പോ സഅദ് റളിയല്ലാഹുവിന്റെ കൈ പിടിച്ചുയർത്തി കാണിച്ചിട്ട് റസൂൽ പറഞ്ഞെന്തെന്നറിയോ? അല്ലാഹുവിന്റെ സുഖലോലഭ സ്വർഗമുണ്ടല്ലോ, കൈ കൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സുഖലോലുമ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം കൈനീട്ടി വാങ്ങുന്ന കൈ നിങ്ങൾക്ക് കാണണോ? അത് സഅദിന്റെ കയ്യാണ്, അത് സഅദിന്റെ കയ്യാ. സഅദ് നിസ്കരിച്ചല്ല കയ്യിലെ തഴമ്പ് വന്നത്, ഹജറുൽ അസ്വദിലെ തടകിയിട്ടല്ല കയ്യിലെ തഴമ്പ് വന്നത്, ദാനം കൊടുത്തിട്ടല്ല കയ്യിലെ തഴമ്പ് വന്നത്, മറിച്ച് മൺവെട്ടിയെടുത്തത് കൊണ്ടാ. എന്നെ കേൾക്കുന്ന പ്രവാസികളെ, സഹോദരങ്ങളെ, നിങ്ങളെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്ക. നിങ്ങളുടെ ഭാര്യ മക്കൾക്ക് മന്നം കൊടുക്കാൻ, ഭക്ഷണം കൊടുക്ക. കഷ്ടപ്പെടുത്തുകൊണ്ട് നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പണിയെടുക്കുമ്പോ, അറബിയുടെ വീട്ടിൽ നിങ്ങൾ അടിമപ്പണിയെടുക്കുമ്പോ, പെങ്ങളെ റിയാൽ വാങ്ങുന്നത്, റിയാൽ എടുക്കുന്നത് ഈട്ടപ്പന കുലുക്കിയിട്ട് മൂട്ടിൽ ചെന്ന് അതിന്റെ ചുവട്ടിൽ ചെന്ന് പറക്കിയെടുക്കുന്ന റിയാലല്ല. അവര് പട്ടിണി കിടന്നിട്ടാ, അവര് കഷ്ടപ്പെട്ടിട്ടാ, അവര് വേദനിച്ചിട്ടാ, അവര് ഉറക്കമുളച്ചിട്ടാ, അവര് പട്ടിണിയിലും പരിവട്ടപ്പിലും കിടന്നിട്ടാ നിങ്ങൾക്ക് പൈസയ്ക്ക് പ്രവാസികളുടെ ജീവിതം അറിയുന്നവർക്കറിയൂ. നിങ്ങൾ നോക്കുമ്പോൾ വരുമ്പോ തിളങ്ങുന്ന ഡ്രസ് ഇട്ടിരിക്കുകയാ, എന്തോ ഒരു മണമാണ് അടിച്ചു വീശുന്നത്. ഇത് കാണുമ്പോ മറ്റുള്ളവർ ചിന്തിക്കും, അവന് ഗൾഫിൽ എന്തോ റിയാൽ കുഴിച്ചെടുക്കുന്ന ജോലിയെന്നാ. അവിടെ പണിയെടുത്തിട്ടാണ്, അവിടെ ബാത്റൂം കഴുകിയിട്ടാണ്, അവിടെ ജോലി നോക്കിയിട്ടാണ്, കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ടിട്ടാണ്. സഹോദരങ്ങളെ, അങ്ങനെ പൈസ അയക്കുമ്പോൾ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രവാസികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ റസൂലുള്ള ഇനി എങ്ങാനെ കടന്നു വന്ന ആദ്യമായി റസൂലുള്ള ചുംബിക്കുന്നതിന്റെ പ്രവാസികളെ നിങ്ങളെയാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾ അധ്വാനിക്കാൻ പോയവരാണ്, നിങ്ങൾ കഷ്ടപ്പെടുന്നവരാ, നിങ്ങൾ വേദനിക്കുന്നവരാ, നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നവരാ. പ്രിയപ്പെട്ടവരെ, സഅദിന്റെ കൈ ഉയർത്തി കാണിച്ചിട്ട് റസൂലുള്ള പറയുന്നു, ഇത് സ്വർഗം വാങ്ങുന്ന കയ്യാ. എന്നിട്ട് ആ കൈ പിടിച്ച് റസൂലുള്ള ചുംബിച്ചില്ലേ? ഹബീബായ നബി തങ്ങളാ കയ്യിൽ മുത്തം കൊടുത്തില്ലേ? മുത്തുനബി മുത്തം കൊടുത്തു സഅദിന്റെ കൈവെള്ളയിൽ. അതുകൊണ്ട് കച്ചവടം ഇസ്ലാമിൽ അന്യമല്ലോ, ഇസ്ലാമിൽ അല്ലാഹുവിന്റെ വിശുദ്ധ ദീനില് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കച്ചവടം. 10 വിരൽ അനങ്ങിയിട്ട് 5 വിരൽ വായിൽ പോകുമ്പോഴാണ് അതിന് മാധുര്യമുള്ളത്. അധ്വാനിക്കുന്ന വിയർപ്പൊഴുക്കുന്ന ഒരു സഹോദരനുണ്ടല്ലോ, അവന്റെ വിയർപ്പ് തുള്ളികൾക്ക് അല്ലാഹു സ്വർഗത്തിന്റെ പാസാ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കച്ചവടം നിഷിദ്ധമല്ല. പക്ഷേ അബൂദർദാ തങ്ങൾ പറയുന്നു, ഇത്രയും നാൾ ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി സമ്പാദിച്ചല്ലോ, അതെന്റെ മക്കൾക്ക് ജീവിക്കാനുണ്ടല്ലോ, എനിക്കിന് വേണ്ടത് പരലോകമാണെന്ന് പറഞ്ഞെങ്കിൽ 50 വയസ്സുകാരാ കൃഷിയുടെ സമയമാണ്. നിങ്ങൾ ഇനിയെങ്കിലും കൃഷി ഇറക്കണേ, കൊയ്ത്തിന്റെ സമയമെടുത്തിരിക്കുകയാ. നിങ്ങൾ മരിക്കാറായി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന 50 വയസ്സുകാരാ, 2018 കടന്നു വന്നപ്പോ ഇനി നമുക്കൊരു നവോന്മേഷത്തോടെ അള്ളാന്റെ മുഴുവൻ ഇബാദത്തുകളും ചെയ്ത്, അള്ളാഹു നിർബന്ധമായി ചെയ്യാൻ പറഞ്ഞത് ചെയ്ത്, സുന്നത്തുകൾ പരമാവധി ജീവിതത്തിൽ ചെയ്ത് അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായി മാറിക്കൂടെ? ഇന്നലെ വരെ ചെയ്തത് റബ്ബിനോട് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചൂടെ? അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകട്ടെ. അള്ളാഹു അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.